ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1-ാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് 3:21 തുലാം രാശിയിൽ ചോതി നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേട വിഷു സംക്രമം. 6 മാസത്തെ ഉത്തരായണവും 6 മാസത്തെ ദക്ഷിണായനവും അടങ്ങുന്നതാണല്ലോ ഒരു വർഷം. രാവും പകലും തുല്യമായി വരുന്നതും ഉത്തരായണം ആരംഭിക്കുന്ന ദിവസം മേടവിഷുവും അതുപോലെ തന്നെ രാവും പകലും തുല്യമായി വരുന്നതും ദക്ഷിണായനം ആരംഭിക്കുന്ന ദിവസം തുലാവിഷുവുമായി കണക്കാക്കുന്നു. ഇതിൽ പുതുവർഷ ആരംഭമായി കണക്കാക്കുന്ന ഉത്തരായണത്തിന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും പുരാണവുമായി ബന്ധപ്പെട്ടും ചില പ്രത്യേകതകളുണ്ട്. ഈ വർഷത്തെ വിഷു സംക്രമം പലർക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കഴിഞ്ഞു. മെയ് 14-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. മെയ് 18-ാം തീയതി രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അഴിച്ചുപണിക്കോ നേതൃമാറ്റത്തിനോ സാധ്യതയുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയ കൂട്ടുകെട്ടുകൾ രൂപം കൊണ്ടേക്കാം. യുദ്ധത്തിനോ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ രൂപം കൊള്ളാനോ സാധ്യതയുണ്ട്. കാർഷിക രംഗത്തും ടെക്നോളജിയിലും മുന്നേറ്റം ദൃശ്യമാകും. 2025 വിഷു മുതൽ 2026 വിഷു വരെയുള്ള ഒരു വർഷക്കാലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ വർഷത്തെ വിഷുഫലം എങ്ങനെ അനുഭവത്തിൽ വരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. ഈ വർഷത്തെ വിഷുഫലം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുടക്കം വളരെ നല്ല അനുഭവങ്ങളോടെ ആയിരിക്കും. എന്നാൽ ക്രമേണ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രം ആയേക്കും. സാമ്പത്തികമായി സ്ഥിതി മോശം ആയിരിക്കില്ല. കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കായി നല്ല തുക ചെലവാക്കേണ്ടി വരും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര എളുപ്പം ആയിരിക്കില്ല. സംഗീത സാഹിത്യ സദസ്സുകളിൽ സാന്നിധ്യം വഹിക്കുകയും പേരെടുക്കുകയും ചെയ്യും. സജ്ജനങ്ങളുടെ പ്രീതി നേടും. ബന്ധുജനങ്ങളുടെ എതിർപ്പ് കുറഞ്ഞു വരും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. സാഹസിക യാത്രകളിൽ താല്പര്യമുണ്ടാകും. ജലയാത്രയും സമുദ്രസ്നാനവും ഉണ്ടായേക്കാം. തീർത്ഥാടനങ്ങൾക്ക് അവസരം ഒരുങ്ങും. നാൽക്കാലികൾക്ക് നാശം നേരിടും. യന്ത്ര തകരാറ് മൂലം ധനനഷ്ടം സംഭവിക്കാം. ഇഷ്ടപ്പെട്ട വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. വിലപിടിപ്പുള്ള വാഹനം വാങ്ങുവാൻ യോഗമുണ്ട്. വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരും. പ്രദർശനശാലകൾ സന്ദർശിക്കുകയും മാധ്യമങ്ങളിൽ ശോഭിക്കുകയും ചെയ്യും. കലാപരിപാടികൾ അവതരിപ്പിച്ച് പൊതുജന പ്രശംസ പിടിച്ചു വാങ്ങും. കൂട്ടുകച്ചവടത്തിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾ പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കും. മഞ്ഞപ്പിത്തം, കരൾ രോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നും നഷ്ടം നേരിട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികവുണ്ടാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനവരവ് അത്ര മോശമാകില്ല. കൃത്യനിഷ്ഠയിലൂടെ വലിയ നേട്ടം കൊയ്യുവാൻ കഴിയും. കലാകാരന്മാർക്ക് ബഹുമതിയും പുരസ്കാരവും ലഭിക്കും. സുഹൃത്തുക്കളുമായി ചേർന്ന് ചില സംഘടനകൾക്ക് രൂപം കൊടുക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം കുറയുന്നതായി തോന്നും. അന്യരുടെ കള്ളം കണ്ടുപിടിക്കുവാൻ ഔത്സുക്യം കൂടും. ഉന്നത വ്യക്തികളുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രമാകും. സാഹിത്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. നിസ്സാര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വന്നേക്കാം. പേരിനും പെരുമയ്ക്കും വേണ്ടി പണം ചെലവഴിക്കും. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കപ്പെടുമെങ്കിലും അതിൽ ശരിയില്ലെന്ന് ബോധ്യം വരുത്തും. സന്താനങ്ങൾ വഴിതെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശ്രിത ജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകും.
വിദേശയാത്രയ്ക്കുള്ള തടസ്സം നീങ്ങും. മരണം മുഖാമുഖം കണ്ട സാഹചര്യങ്ങളിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹമുണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകുന്ന വർഷമാണ്. പുതിയ വീടോ വസ്തുവോ വാങ്ങും. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികളുണ്ടാകും. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുകയും അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. യുവാക്കൾക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. അസൂയക്കാരിൽ നിന്നും അയക്കാരിൽ നിന്നും ശല്യമുണ്ടാകും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. വളരെ കാലമായി അകന്നു നിന്ന ബന്ധുക്കൾ കാര്യസാധ്യത്തിനായി അടുത്തുകൂടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. കൃഷിക്കാർക്ക് ആധുനിക യന്ത്രോപകരണങ്ങൾ ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. രോഗികൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഉന്നത വിജയം നേടാനാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ വർഷമാണ്. സാമ്പത്തികമായി നേട്ടമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. കലാകാരന്മാർക്കും സാഹിത്യ രംഗത്തുള്ളവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പുരസ്കാര ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. സഹവാസം ഇഷ്ടജനങ്ങളോടൊപ്പം ആകും. ഭോജനസുഖം ഉണ്ടാകും. രാഷ്ട്രീയ കാര്യങ്ങളിൽ അലസത ഉണ്ടായാലും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. പരസ്യങ്ങളുടെ മാസ്മരിക വലയത്തിൽ കുടുങ്ങി പണവും മാനവും നഷ്ടമാകും. പുതിയ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകും. അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭിക്കും. ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം കൂടും. രാജധനയോഗം അനുഭവിക്കാൻ യോഗമുണ്ട്. ബഹുമാനം ആർജിക്കും. ചിട്ടയില്ലാത്ത ദിനചര്യകൾ ആയിരിക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി അടുപ്പമുണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പണവും സമയം ചെലവഴിച്ചേക്കും. കുടുംബത്തിൽ പ്രായമായ വ്യക്തികളുടെ വിയോഗം ഉണ്ടായേക്കും. പുതിയ ചില പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടിയേക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. വാഹനം മാറ്റി വാങ്ങും. വീട് മോടി പിടിപ്പിക്കും. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വാഗ്വാദങ്ങളിൽ ഇടപെടുകയും അതിൽ ശോഭിക്കുകയും ചെയ്യും. വൈവാഹിക കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം ഉണ്ടാകും. മേലധികാരികളിൽ നിന്ന് നീരസം ഉണ്ടായേക്കാം. രോഗഗ്രസ്തർക്ക് ചിലപ്പോൾ രോഗമുക്തി നേടാൻ ശസ്ത്രക്രിയ വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് പഠനേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. സമ്മാനങ്ങൾ വാരിക്കൂട്ടും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദര സ്ഥാനീയരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹായം ലഭിക്കും. വിവാഹം കഴിഞ്ഞ് വളരെ കാലമായിട്ടും സന്താനഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കും. ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. വായു, വാതകം, അഗ്നി, ആയുധം, വാഹനം മുതലായവ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ വേണം. ഔഷധങ്ങൾക്കും വഴിപാടുകൾക്കുമായി നല്ല തുക ചെലവഴിക്കേണ്ടി വരും. വിമർശനങ്ങൾക്ക് പാത്രമാകും. ഇഷ്ടപ്പെട്ട വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ഗുരുസ്ഥാനീയരുടെ പ്രീതി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തുവാനാകും. സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കും. സംഗീതം, സാഹിത്യം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂല സാഹചര്യമാണ്. അവർ ആദരിക്കപ്പെടും. ജാമ്യം നിൽക്കുന്നതോ സാക്ഷി പറയുന്നതോ കുഴപ്പങ്ങളുണ്ടാക്കിയേക്കും. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. മാനസികമായി പീഡിപ്പിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. വളരെ കാലമായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നവരെ കണ്ടുമുട്ടും. സാഹസിക പ്രവർത്തനങ്ങളിൽ താല്പര്യം കൂടും. വിശ്വസിച്ച് കൂടെ നിന്നവർ പോലും അവസരത്തിനൊത്ത് കാലുമാറും. രാഷ്ട്രീയ കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ഓടി നടക്കും. വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും.
സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരാം. ഗർഭാശയരോഗം, രക്തസ്രവം, മുടികൊഴിച്ചിൽ, സന്ധിവേദന, വിട്ടുമാറാത്ത തലവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ചില പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടിയേക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. വാഹനം മാറ്റിവാങ്ങും. വീട് മൂടി പിടിപ്പിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ചില കൂട്ടുകെട്ടുകൾ മൂലം ദുശീലങ്ങൾക്ക് സാധ്യതയുണ്ട്. അഭിമാനക്ഷതത്തിന് കാരണമാകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. നികുതി മുതലായവ സംബന്ധിച്ച് സർക്കാരിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാവുന്നതാണ്. മറവി മൂലം കുഴപ്പങ്ങൾ സംഭവിക്കാം. യാത്രാവേളകളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കള്ളക്കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയും ഉണ്ട്. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സഹകരണം ഉണ്ടാകുകയും ചില പ്രശ്നങ്ങൾ അവർ മുഖേന പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ചില യാത്രകൾ ഗുണം ചെയ്യില്ല. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ ദോഷം ചെയ്യും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്. സ്വന്തക്കാരുടെ മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടി വരും. സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട്. ശത്രുദോഷങ്ങളെ അതിജീവിക്കും. വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാതെ കിടന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും. വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. സജ്ജനങ്ങളുമായി സഹകരണം ഉണ്ടാകും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. പഴയ വീട് മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയത് പണിയുന്നതിനോ പണം ചെലവഴിക്കും. ആശ്രിതരായവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ശല്യമുണ്ടാകും. അഗ്നിഭയത്തിനും ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിന് വിദേശയാത്ര നടത്തിയേക്കും. കലാപരിപാടികളിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. സജ്ജനങ്ങളോട് മാന്യമായി പെരുമാറുകയും അവരുടെ സഹകരണം ലഭിക്കുകയും ചെയ്യും. ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം കുറയും. സൗന്ദര്യ വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. വിശേഷ സ്ഥാനമാനങ്ങൾ തേടിവരും. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. എഴുത്തുകുത്തുകൾ മുഖേന ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സമൂഹ മാധ്യമങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. അസൂയക്കാരുടെയും ശത്രുക്കളുടെയും ശല്യമുണ്ടാകും. വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും. വിദ്യാർത്ഥികൾക്ക് ശോഭിക്കുവാൻ കഴിയും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷം നല്ല തുടക്കത്തോടെ ആയിരിക്കും എങ്കിലും ക്രമേണ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമാകും. ചില കൂട്ടുകെട്ടുകൾ മൂലം ദുശീലങ്ങൾക്ക് സാധ്യതയുണ്ട്. അഭിമാനക്ഷതത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക വരവ് മോശമാകില്ല എങ്കിലും അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. വ്യാപാര രംഗത്ത് പുരോഗതി ദൃശ്യമാകും. തൊഴിൽ അന്വേഷകർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുവാൻ താല്പര്യം തോന്നും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. അസൂയാലുക്കളും ശത്രുക്കളും തലപൊക്കും. ആലോചിക്കാതെ ചെയ്തുപോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. തീർത്ഥാടന യാത്രയ്ക്ക് അവസരം ഒരുങ്ങും. ചില പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കേണ്ടതായി വരും. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കും. യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സജ്ജനങ്ങളുമായി ഒത്തുചേരും. നിർത്തിവച്ചിരുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കും. വളരെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നേക്കാം. വാഹനം മാറ്റിവാങ്ങും. വളർത്തു മൃഗങ്ങളിൽ നിന്നും ആപത്തുണ്ടാകും. പക്ഷികളുടെ ഉപദ്രവത്തിനും സാധ്യതയുണ്ട്. ചില കൂട്ടുകെട്ടുകൾ മൂലം ദുശീലങ്ങൾ ഉണ്ടായേക്കാം.
അഭിമാനക്ഷതത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്. സ്വന്തക്കാരുടെ മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടതായി വരും. വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. സജ്ജനങ്ങളുമായി സഹകരണം ഉണ്ടാകും. ഭൃത്യജനങ്ങളുടെ ഭാഗത്തുനിന്നും ചതിവ് നേരിടാം. മറ്റുള്ളവരിൽ നിന്നും ഭീഷണി നേരിടേണ്ട സാഹചര്യം ഉണ്ടായേക്കാവുന്നതാണ്. പ്രദർശനശാലകൾ സന്ദർശിക്കും. കൂടുതൽ ചമഞ്ഞൊരുങ്ങുവാൻ താല്പര്യം തോന്നും. ത്വക്ക് രോഗത്തിനോ നേത്രരോഗത്തിനോ സാധ്യതയുണ്ട്. പ്രണയികൾ വാഗ്ദാനങ്ങൾ തെറ്റിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പല വഴികളിലൂടെ ധനം വന്നുചേരും. വ്യാപാര രംഗത്ത് പുരോഗതി ദൃശ്യമാകും. തൊഴിൽ അന്വേഷകർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് ഉള്ളവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും. ഗുരുജനങ്ങളുടെ പ്രീതി നേടും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ വിദ്യ അഭ്യസിക്കുന്നതിന് തയ്യാറെടുക്കും. നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുവാൻ താല്പര്യം തോന്നും. സൗന്ദര്യ വർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. അസൂയാലുക്കളും ശത്രുക്കളും തലപൊക്കും. ആലോചിക്കാതെ ചെയ്തുപോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. തീർത്ഥാടന യാത്രയ്ക്ക് അവസരമൊരുങ്ങും. കുടുംബസമേതം ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കും. ചില പ്രമാണങ്ങളിൽ ഒപ്പുവെക്കേണ്ടതായി വരും. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കും. നിക്ഷേപങ്ങൾ വർദ്ധിക്കും. യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സജ്ജനങ്ങളുമായി ഒത്തുചേരും. നിർത്തിവച്ചിരുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കും. സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതാണ്. പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സാമ്പത്തിക രംഗം മോശമാകില്ല. ധനവരവിൽ പുഷ്ടിയുണ്ടാകും. ഇഷ്ടജനങ്ങളുമായി സഹവസിക്കും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കും. സാഹസിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൂടും. കർമ്മരംഗം സമ്പുഷ്ടമാകും. വളരെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്തകൾ കേൾക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നേക്കാം. വാഹനം മാറ്റിവാങ്ങും. മറ്റുള്ളവരിൽ നിന്നും ഭീഷണി നേരിടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. രഹസ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വിദേശത്ത് പോകുവാൻ അനുമതി ലഭിക്കും. പ്രദർശനശാലകൾ സന്ദർശിക്കും. ത്വക്ക് രോഗത്തിനോ നേത്രരോഗത്തിനോ സാധ്യതയുണ്ട്. പ്രണയികൾ വാഗ്ദാനങ്ങൾ തെറ്റിക്കും. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ തീരുമാനമാകും. അധികാര കൈമാറ്റം നടക്കും. ശയന സൗഖ്യം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന തൊഴിലും ലഭിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ആസൂത്രിതമായ സാമ്പത്തിക നിയന്ത്രണം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥാടനത്തിനും ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട്. ആരോഗ്യനില മെച്ചപ്പെടും. കാർഷിക വായ്പ അനുവദിച്ച് ലഭിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളും സാമഗ്രികൾക്കും പണം ചെലവഴിക്കും. പുസ്തകം വാങ്ങുന്നതിനും വായിക്കുന്നതിനും താല്പര്യം കൂടും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചാടും. ഉറക്കക്കുറവ് അനുഭവപ്പെടും. വളർത്തു മൃഗങ്ങൾക്ക് നാശം സംഭവിക്കാം. വീട്ടിൽ നിന്നും മാറി താമസിക്കുവാനും യോഗമുണ്ട്. പാരമ്പര്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. ഉദ്ദേശിക്കുന്ന വിദേശയാത്ര മാറ്റിവെക്കേണ്ടി വരും. വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ കുഴപ്പത്തിനും സാധ്യതയുണ്ട്. മൂത്രാശയ രോഗം, ഹൃദ്രോഗം എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകും. കർമ്മരംഗത്ത് കൂടുതൽ ചുമതല വഹിക്കേണ്ടി വരും. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം ലഭിക്കും. ഭൂമിയോ വസ്തുവോ വാഹനമോ വാങ്ങും. അപേക്ഷ കൊടുത്താലും വായ്പാ സഹായം ലഭിക്കുവാൻ കാലതാമസം നേരിടും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റും. ആധുനിക ഗൃഹോപകരണങ്ങൾക്ക് നല്ല സംഖ്യ ചെലവഴിക്കും. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിവാഹ കാര്യങ്ങൾക്കും
ഗൃഹപ്രവേശന ചടങ്ങുകൾക്കുമായി വിലപിടിപ്പുള്ള സാമഗ്രികൾ സമ്മാനിക്കേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. സദസ്സിൽ പരിഹസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുജന വിയോഗം മനോദുഃഖത്തിന് കാരണമാകും. അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കും. വാഗ്ദോഷം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിനോദങ്ങളിൽ അമിത താൽപ്പര്യം ഉണ്ടാകും. വിശേഷ വസ്ത്രങ്ങളും രത്നങ്ങളും ലഭിക്കും. സ്ത്രീകളിൽ രക്തസ്രവം, ഗർഭാലസ്യം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക നില മോശമായിരിക്കില്ല. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആസൂത്രിതമായ സാമ്പത്തിക നിയന്ത്രണം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആരോഗ്യനില മെച്ചപ്പെടും. കാർഷിക വായ്പകൾ അനുവദിച്ച് ലഭിക്കും. അന്യരുടെ വാക്കുകൾ വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടും. ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്നും അപ്രതീക്ഷിത നടപടികളുണ്ടാകും. വഞ്ചനയിലകപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിർബന്ധത്തിന് വഴങ്ങി പ്രമാണങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ഭക്ഷണ കാര്യങ്ങൾക്കായി ഉദാരമായി സംഭാവന കൊടുക്കും. വ്യവഹാരത്തിൽ അന്തിമ വിധിയുണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും. ചലച്ചിത്ര സീരിയൽ മേഖലയിൽ പണം മുടക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതു സദസ്സുകളിൽ പ്രകീർത്തിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. വരുമാനം സംരക്ഷിക്കാൻ പല അടവുകളും പ്രയോഗിക്കേണ്ടി വരും. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വളരെ കാലമായി കൊണ്ടു നടന്നിരുന്ന രോഗങ്ങളിൽ നിന്നും പരിപൂർണ മുക്തി ലഭിക്കും. വിചാരിച്ച കാര്യങ്ങൾ പലതും നിറവേറ്റാനാകും. എഴുത്തുകുത്തുകളിൽ നിന്നും പ്രതിഫലം ലഭിക്കും. സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടും. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകും. കർമ്മരംഗത്ത് കൂടുതൽ ചുമതലകൾ വഹിക്കേണ്ടി വരും. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം ലഭിക്കും. ഭൂമിയോ വസ്തുവോ വാഹനമോ അധീനതയിൽ വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റും. ആധുനിക ഗ്രഹോപകരണങ്ങൾക്ക് നല്ല സംഖ്യ ചെലവഴിക്കും. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലീകരിക്കും. വിവാഹ ആവശ്യങ്ങൾക്കും ഗൃഹപ്രവേശ ചടങ്ങുകൾക്കും വിലപിടിപ്പുള്ള സാമഗ്രികൾ വാങ്ങും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കും. വാഗ്ദോഷം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കും. സ്ത്രീകളിൽ രക്തസ്രാവം, ഗർഭാലസ്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ധനാഗമ സ്രോതസ്സുകൾ കണ്ടെത്തി സാമ്പത്തിക ബാധ്യത പരിഹരിക്കും. സമാധാനപരമായ കുടുംബജീവിതം നയിക്കും. അശയന ശയന സുഖങ്ങൾ ലഭിക്കും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. പ്രണയം സാഫല്യമാകും. ചിരകാല അഭിലാഷങ്ങൾ പൂവണിയും. അധികാരസ്ഥാനങ്ങൾ അലങ്കരിക്കും. രാഷ്ട്രീയ കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കാൻ അവസരം ലഭിക്കും. ഔഷധങ്ങൾക്കും വഴിപാടുകൾക്കും ധനം ചെലവഴിക്കേണ്ടി വരും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും. അന്തസ്സും ആഭിജാത്യവും നിലനിർത്തും. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. സഞ്ചാരം ക്ലേശകരമാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. കരാർ ജോലികളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വിശിഷ്ട ദേവാലയങ്ങളിൽ ദർശനം നടത്തും. കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അസൂയക്കാരുടെയും ശത്രുക്കളുടെയും ശല്യം വർദ്ധിക്കും. ഭോജനശാല നടത്തുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങൾ ലാഭകരമാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്ന് അപ്രതീക്ഷിതമായ നടപടികളുണ്ടാകും. വഞ്ചനയിലകപ്പെടാൻ സാധ്യതയുണ്ട്. രാത്രി സഞ്ചാരം ഒഴിവാക്കേണ്ടതാണ്. അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിർബന്ധത്തിന് വഴങ്ങി പ്രമാണങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. വ്യവഹാരത്തിൽ അന്തിമവിധി ആകും. ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചലച്ചിത്ര സീരിയൽ മേഖലയിൽ പണം മുടക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. പൊതു സദസ്സുകളിൽ പ്രകീർത്തിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക്
അനുകൂലമല്ലാത്ത സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട്. അഭിമാനം സംരക്ഷിക്കാൻ പല അടവുകളും പ്രയോഗിക്കേണ്ടി വരും. വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ വിഷമിക്കും. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. ഉന്നത വ്യക്തികളുടെ അംഗീകാരം നേടും. വാദ്യകലകളിൽ പ്രാവീണ്യവും ഭാഷാപരമായ നേട്ടവും കൈവരിക്കും. അന്യരുടെ ഉന്നമനത്തിന് അശ്രാന്ത പരിശ്രമം ചെയ്യും. കാര്യനിർവഹണ സമിതികളിൽ സജീവമായി പങ്കെടുക്കും. അന്യരുടെ കള്ളസൂത്രങ്ങൾ കണ്ടുപിടിക്കും. അവസരത്തിനത് ഉയർന്ന് പെരുമാറാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് സമുന്നത വിജയം കൈവരിക്കാൻ ആകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദേശ പര്യടനത്തിന് ഏറ്റവും അനുകൂല വർഷമാണ്. തൊഴിൽ കേന്ദ്രങ്ങളിൽ പരിശീലനം നടത്തും. മാതാപിതാക്കൾക്ക് ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ പലതും നിറവേറ്റാനാകും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഭഗീരഥ പ്രയത്നം നടത്തും. ആരോപണങ്ങൾക്ക് വിധേയരാകും. ചിരകാല സുഹൃത്തുക്കളുമായി വഴക്കടിച്ച് സമാധാനം നഷ്ടപ്പെടുത്തും. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സമയം നീക്കിവെക്കും. കൂട്ടുകെട്ടിലൂടെ ദുശീലങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. പ്രയത്നങ്ങൾക്ക് ഫലം കുറയും. സൗന്ദര്യ പിണക്കങ്ങൾക്കും സാധ്യതയുണ്ട്. അപകടസന്ധികളെ അതിജീവിക്കും. വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ അമിത താൽപ്പര്യം ഉണ്ടാകും. പ്രവർത്തനങ്ങൾ രഹസ്യാത്മകമായിരിക്കും. മദന ചിന്തകൾ മനസ്സിന് അലട്ടും. ബഹുമതിയും അംഗീകാരവും ലഭിക്കും. ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഉചിതമായി തീരുമാനം എടുക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ഗ്രഹം വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും. വസ്തുവും വാഹനവും അധീനതയിൽ വരും. മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. പുതിയ വിഷയങ്ങളിൽ അഭിരുചി ഉണ്ടാകും. വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കേണ്ടി വരും. വിദേശ വിനിമയ കാര്യങ്ങളിൽ ലാഭമുണ്ടാകും. രോഗശാന്തി ലഭിക്കും. താന്ത്രിക കാര്യങ്ങൾക്ക് ധനം ചെലവഴിക്കും. കർമ്മരംഗങ്ങളിൽ പടിപടിയായി ഉയർച്ചയുണ്ടാകും. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. സ്ഥാനമാനങ്ങൾ തേടിയെത്തും. അധികാര സ്ഥാനങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ കൂട്ടുകെട്ട് മൂലം ദോഷങ്ങൾ വന്നുചേരാം. ദുശീലങ്ങൾക്ക് വശംവദരാകാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ഒരു ശുഷ്കാന്തിക്കുറവ് തോന്നും. ബന്ധുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഗുണമുണ്ടാകും. ഗുരുജനങ്ങളുടെ പ്രീതി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. പൂർവിക സ്വത്ത് അനുഭവത്തിൽ വരും. പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങളുടെ നിയന്ത്രണം ഉണ്ടാകണം. വളരെ കാലമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വിദേശ നിർമ്മിതമായ കൗതുക വസ്തുക്കൾ ലഭിക്കും. പ്രദർശനശാലകൾ സന്ദർശിക്കുവാൻ താൽപ്പര്യമുണ്ടാകും. തൊഴിലിൻ്റെ ഭാഗമായി പുതിയ പഠന പരിശീലനങ്ങൾ ഉണ്ടാകും. അവസരത്തിനൊത്ത് ഉയർന്ന് പെരുമാറാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് സമുന്നത വിജയം കൈവരിക്കുവാൻ കഴിയും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാരമ്പര്യ സ്വത്ത് അധീനതയിൽ വരും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. സന്താനങ്ങൾ മുഖേന സൗഖ്യം ഉണ്ടാകും. മൃഷ്ടാന ഭോജനത്തിന് അവസരം ഒരുങ്ങും. വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും ലഭിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം. ലഹരി പദാർത്ഥങ്ങളിൽ അമിതമായ താൽപ്പര്യം ഉണ്ടായേക്കാം. ഇഷ്ടജനങ്ങളോടൊപ്പം സഹവസിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹസിദ്ധി ഉണ്ടാകും. ദാമ്പത്യ സുഖം അനുഭവിക്കും. വിശിഷ്ട വ്യക്തികളുമായി സമ്പർക്കം പുലർത്തും. പുരസ്കാരങ്ങൾ തേടിവരും. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി ലഭിക്കും. വാത്സല്യപൂർവമായ സമീപനമായിരിക്കും ഗുരുജനങ്ങളുടേത്. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. വ്യവസായ മേഖലയിൽ പുരോഗതി അനുഭവപ്പെടും. സുപ്രധാന ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കേണ്ടി വരും. അധികാരത്തിലൂടെ അഹങ്കാരം വർദ്ധിക്കും. സുഹൃത്തുക്കൾ സഹകരിക്കും. ആത്മീയ കാര്യങ്ങളിൽ പ്രധാന വ്യക്തിയായി പ്രവർത്തിക്കാനുള്ള അവസരം വന്നുചേരും. പുതിയ ഗ്രഹം നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യും. വിവാഹം കഴിഞ്ഞ് വളരെ കാലമായി സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കും. സഹോദര സ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരാജയഭീതി മനസ്സിനെ അലട്ടും. കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് കടം വാങ്ങേണ്ടി വരും.
കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കും. സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് നല്ല തുക സംഭാവന നൽകും. ജീവിത പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും. അനാവശ്യമായ വ്യവഹാരങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നതാണ്. ചെയ്യുന്ന തൊഴിലിൽ നിന്ന് വിരാമം ഉണ്ടാകും. പരീക്ഷകളിലും കൂടിക്കാഴ്ചകളിലും വേണ്ടത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബന്ധുജന സമാഗമം ഉണ്ടാകും. അതിർത്തി തർക്കത്തിനും സാധ്യതയുണ്ട്. കുളം, കിണർ എന്നിവ നിർമ്മിക്കും. സംഗീതവുമായും സാഹിത്യവുമായും ബന്ധപ്പെട്ട സദസ്സുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാൻ അവസരം ലഭിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടതായും വരാം. വിധികർത്താക്കളായി കലാമത്സര വേദികളിൽ ശോഭിക്കും. രാഷ്ട്രീയമായി നേട്ടങ്ങളുണ്ടാകും. അഭിമാനക്ഷതം സംഭവിക്കാനും സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ ആവിഷ്കരിക്കും. നിർമ്മാണം നിർത്തിവെച്ച പ്രവൃത്തികളും സംരംഭങ്ങളും പുനരാരംഭിക്കും. അപവാദ പ്രചരണം വേദനിപ്പിച്ചേക്കും. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ധനവും മാനവും നഷ്ടപ്പെടും. കുടുംബത്തിൽ പ്രായമായവരുടെ കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടാകും. അന്യദേശയാത്ര നടത്തും. വ്യവഹാരത്തിൽ അനുകൂല വിധി നേടും. പുതിയ കൂട്ടുകെട്ടിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. യുവതികളിൽ നിന്നുള്ള ശല്യവും അപമാനക്ഷയവും ഉണ്ടാകാം. അപരിചിതരായവരെ അന്ധമായി വിശ്വസിക്കുന്നത് കുഴപ്പമുണ്ടാക്കും. തസ്കരഭീതി ഉണ്ടാകുന്നതാണ്. അഗ്നിഭയം, ശത്രുഭയം, പതനഭയം, രോഗഭയം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പല പ്രശ്നങ്ങളിലും കുറ്റക്കാരനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഏറെ ത്യാഗം സഹിക്കേണ്ടി വരും. വാഹനാപകടത്തിന് സാധ്യതയുണ്ട്. ആയതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങളുടെ വിവാഹം നിശ്ചയിക്കുകയോ നടത്തുകയോ ചെയ്യും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്കുള്ള രേഖകൾ ശരിയാക്കി ലഭിക്കും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് സുഖവും അഭിവൃദ്ധിയും ഉണ്ടാകും. പുണ്യകർമ്മങ്ങൾ ചെയ്യും. സാഹസിക കാര്യങ്ങളിൽ താല്പര്യം കൂടും. പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കും. പ്രണയം സാഫല്യമാകും. രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ അവസരം ലഭിക്കും. ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. താന്ത്രിക കാര്യങ്ങൾക്ക് സമയവും ധനവും ചെലവഴിക്കും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം ലഭിക്കും. വീട് മോടി പിടിപ്പിക്കും. ചൂതുകളി, പകിടകളി, പന്തുകളി എന്നിവയിൽ താല്പര്യം കൂടും. ആധ്യാത്മിക ആചാര്യൻ്റെ ആശീർവാദം ലഭിക്കും. സജ്ജനങ്ങളുമായി സഹകരിക്കും. വൃദ്ധജനങ്ങളുടെ നിസ്സഹകരണം പ്രതീക്ഷിക്കാം. പ്രായമായവരിൽ പതനഭീതി ഉണ്ടാകും. ദന്തരോഗം, കർണരോഗം മുതലായ രോഗങ്ങളുടെ ശല്യം ഉണ്ടായേക്കാം. കൃഷിക്കാർക്ക് ആധുനിക യന്ത്രസാമഗ്രികൾ ലഭിക്കും. സ്ത്രീകൾക്ക് പ്രസവകാര്യങ്ങൾക്കായി ആശുപത്രിവാസം വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ബിരുദലബ്ധിയും പുരസ്കാരലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിരികെ ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ധനം പലിശയോടുകൂടി തിരിച്ചു കിട്ടും. അന്യരുടെ വാക്കുകൾ കേട്ട് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവാഘോഷ പരിപാടികളിൽ കുടുംബസമേതം പങ്കെടുക്കും. വാക്ചാതുര്യം പ്രകടമാകും. വാക്കുകളിൽ ആജ്ഞാശക്തി നിറയും. പ്രശംസയ്ക്ക് പാത്രമാകും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും. കലാ സാംസ്കാരിക രംഗത്ത് അംഗീകാരം ലഭിക്കും. വ്യവഹാരങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സജ്ജന സമ്മതി ആർജിക്കും. തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം കരസ്ഥമാക്കും. നേത്ര ശസ്ത്രക്രിയയ്ക്ക് വിധേയമായേക്കാം. പാഴ്വസ്തുക്കളുടെ ക്രയവിക്രയങ്ങളിലൂടെ നല്ല ലാഭം ലഭിക്കും. ഗുരു പൂജനീയരിൽ നിന്നും ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നും അനുഗ്രഹം ലഭിക്കും. വിദേശത്തുനിന്നും ധനസഹായം ലഭിക്കും. സാഹിത്യകാരന്മാർ പുസ്തകരചനയിൽ ശ്രദ്ധ കൊടുക്കും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച ജോലിയിലേക്ക് മാറ്റം ലഭിക്കും. സന്താനങ്ങൾക്ക് സുഖവും അഭിവൃദ്ധിയും ഉണ്ടാകും. മൂത്രാശയരോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധാർമ്മിക പ്രവൃത്തികളിൽ താല്പര്യം കൂടും. ദൈവിക കാര്യങ്ങൾക്കായി നല്ല തുക സംഭാവന ചെയ്യും.
സംഗീത വിരുന്നുകൾ ആസ്വദിക്കും. വാഹനം ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. സഹപ്രവർത്തകരിൽ നിന്നോ കീഴ്ജീവനക്കാരിൽ നിന്നോ എതിർപ്പ് സമ്പാദിക്കും. വീട് മോടി പിടിപ്പിക്കാനും പരിഷ്കരിക്കുവാനും നല്ല തുക ചെലവഴിക്കും. അവിഹിത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കും. വളർത്തുമൃഗങ്ങളെ വാങ്ങും. വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കലാരംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. വിദ്യുൽ സദസ്സുകളിൽ സന്നിഹിതരാകും. ആരോഗ്യപരമായി ചില വിഷമതകൾ അനുഭവപ്പെടും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം വരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും. സത്വഗുണപ്രധാനമായ പ്രവർത്തനങ്ങളിൽ മുഴുകാനാകും. പുതിയ മെച്ചപ്പെട്ട ധനാഗമ മാർഗങ്ങൾ കൈവരും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ വീട് നിർമ്മിക്കുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ സാധ്യതയുണ്ട്. കുടുംബത്തിലെ വൃദ്ധജനങ്ങൾക്ക് ആപത്തോ അപകടമോ മരണമോ സംഭവിക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായ ആകുലതകൾ അകലും. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും ധനം വന്നു ചേരും. കൃത്യനിഷ്ഠയിലൂടെ വലിയ നേട്ടം കൊയ്യും. കലാകാരന്മാർക്ക് ബഹുമതിയും പുരസ്കാരവും ലഭിക്കും. ധാർമ്മിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൂടും. വാഹനം ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. സഹപ്രവർത്തകരിൽ നിന്നോ കീഴ്ജീവനക്കാരിൽ നിന്നോ എതിർപ്പ് സമ്പാദിക്കും. വീട് മോടി പിടിപ്പിക്കാനും പരിഷ്കരിക്കുവാനും നല്ല തുക ചെലവഴിക്കും. അവിഹിത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കും. വളർത്തുമൃഗങ്ങളെ വാങ്ങും. ആരോഗ്യപരമായി ചില വിഷമതകൾ അനുഭവപ്പെടും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം വരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും. സത്വഗുണപ്രധാനമായ പ്രവർത്തനങ്ങളിൽ മുഴുകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. വ്യാപാര രംഗത്ത് നേട്ടമുണ്ടാകും. സുഹൃത്തുക്കളുമായി ചേർന്ന് ചില സംഘടനകൾക്ക് രൂപം കൊടുക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശ്രേയസ് വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും സാമ്പത്തിക രംഗത്ത് സ്ഥിരത അനുഭവപ്പെടുകയും ചെയ്യും. കുറേ കാലമായി കെട്ടുപിണഞ്ഞു കിടന്ന പല പ്രശ്നങ്ങളെയും അതിജീവിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്വന്തം വ്യക്തിത്വം തെളിയിക്കും. കലാകാരന്മാർക്ക് അനുകൂല സമയമാണ്. സമ്പത്തും പ്രശസ്തിയും ആർജിക്കും. അഭിഭാഷകർ, അധ്യാപകർ എന്നിവർക്കും അനുകൂല സമയമാണ്. കുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും പ്രിയ സുഹൃത്തുക്കളും പിണങ്ങിപ്പോകാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി വിൽപ്പനയിലൂടെ ലാഭം കൊയ്യും. അപമാനിക്കപ്പെടുവാനും വഞ്ചിക്കപ്പെടുവാനുമുള്ള സാഹചര്യത്തെ അതിജീവിക്കും. ചില മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗം നിമിത്തം ആരോഗ്യം കുറയും. തൊഴിൽ രംഗത്ത് ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടും. വീട് മോടി പിടിപ്പിക്കുന്നതിനും ധനം ചെലവഴിക്കും. വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരും. മാധ്യമങ്ങളിൽ ശോഭിക്കും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം, കരൾ രോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.